ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അങ്ങനെ എന്റെ ഉള്ള ഒരു ഗോൾ എന്ന് വെച്ചാൽ ഒരു സർക്കാർ ജോലി നേടുക എന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു 3ാമത്തെ സർക്കാർ ജോലിയിലാണ് ഉള്ളത്. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്തു. അപ്പോ ടീച്ചിങ് പ്രൊഫഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അപ്പോൾ ഈ ജോലി നേടുന്നതിന്റെ കാലയളവിൽ അതിൽ എത്രത്തോളം ജോലി സാധ്യത ഉണ്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ജോലി നേടാം, ആ മേഖലയിൽ ഞാൻ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തി. അപ്പോൾ ഞാൻ അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പാടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തു. ഏകദേശം ഒരു 1000കണക്കിന് ആളുകൾക്ക്, മീൻസ് ഒരു സഹായ മൈൻഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരുപാട് ആ മേഖലയിൽ കരിയർ What is your goal? ഈ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? അത് പറയാം. What is that you want to achieve? ഈ ഒരു കൺവെർസേഷൻ എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? അത് പറയാം, അത് മാത്രം പറയാം. എനിക്ക് അതിന്റെ പുറമെ എന്തൊക്കെയോ ഒരു മീൻസ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പലർക്കും പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എന്തൊക്കെയോ ഒരു ലൈഫ് ഫുൾഫിൽ ആവാത്ത പോലെ. അപ്പൊ എനിക്കങ്ങനെ ഈ സിവിൽ ഫീൽഡിൽ ഈ സിവിൽ കോഴ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ ജോലി കിട്ടാം, എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള ട്രെയിനിങ് സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6-7 സെഷൻസ് എടുത്തു. അപ്പൊ ഞാൻ ആ ഒരു മേഖലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് I'm not getting you. Tell me what is that you want to achieve. ഈ ഒരു കൺവെർസേഷൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? എന്നാലും എങ്കിൽ മാത്രമേ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ട്രെയിനിങ് മേഖലയിലോട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ട്രെയിനിങ് മേഖല അതാണോ ചോദ്യം? അതാണോ നിങ്ങളുടെ ഗോള്? അതല്ലേ ഗോൾ? സൈഡ് ചിന്തിച്ചാൽ അത് ഞാൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താന്ന് പറയൂ. എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? എനിക്ക് കാരണം 5 മിനിറ്റേ ഉള്ളൂ എൻ്റെ അടുത്ത്. ട്രെയിനിങ് മേഖലയിലോട്ട് ഇറങ്ങണം എന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യേണ്ടത്? ഞാനൊരു 1-2 TOT ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതൊക്കെ കുറെ നോളജ് കിട്ടിയെന്നല്ലാതെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിലൊരു വ്യക്തത കിട്ടിയിട്ടില്ല. ഓക്കെ, എന്താണ് നിങ്ങളുടെ സബ്ജക്ട്? എന്താണ് വാട്ട്സ് യുവർ സബ്ജക്ട്? ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് സ്കിൽ അതേപോലെ ലൈഫ് സ്കിൽ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ലാസ്റ്റിലെ ക്ലാസ് എടുത്തത്? ഈ ഫീൽഡിൽ ഒരു ക്ലാസ് കൊടുത്തിട്ടില്ല. ഓക്കെ, എന്ന് എടുക്കാൻ പറ്റും? സെഷൻസ് കിട്ടുവാണെങ്കിൽ. അങ്ങനെയല്ല, സെഷൻ കിട്ടുമെന്നില്ല, നിങ്ങൾക്ക് എന്ന് എടുക്കാൻ പറ്റുന്ന ചോദിച്ചാൽ. നാളെ തന്നെ എടുക്കാം. ഓക്കെ, നാളെ എടുക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ, അല്ലെങ്കിൽ ഓഡിയൻസ് വേണ്ടേ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേണ്ടേ? ഉറപ്പല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ എങ്ങനത്തെ കസ്റ്റമേഴ്സ്? അവർ കുട്ടികളാണോ, മുതിർന്നവരാണോ, ആണുങ്ങളാണോ, പെണ്ണുങ്ങളാണോ, 50 വയസ്സിന് മേലാണോ, 50 വയസ്സിന് താഴെയുള്ളതാണോ, ഗവൺമെന്റ് ജോലിയിലാണോ? എങ്ങനത്തെ നിങ്ങൾ ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് ആരാ? ആരായാലും റെഡിയാണ്. അങ്ങനെയല്ല, നിങ്ങൾ കറക്റ്റായിട്ട് പറയാം. നിങ്ങൾ എല്ലാവർക്കും ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കറക്റ്റായിട്ട് നിങ്ങൾ ടാർഗറ്റ്, എത്ര പേർക്ക് മനസ്സിലായി? ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, അതിൻ്റെ അവതാർ എന്ന് പറയാം. എല്ലാവരും എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ അവതാറിനെ അറിയണം. ഹൂ ഈസ് മൈ കസ്റ്റമർ എന്നുള്ളത്. ഏജ്, ഡെമോഗ്രാഫി അനുസരിച്ചിട്ടല്ല ഞാൻ എല്ലാവരും പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പഠിപ്പിക്കാൻ. ഞാൻ എല്ലാവരും പഠിപ്പിക്കാറില്ല. ഞാൻ ടീച്ചേഴ്സിന് കുട്ടികൾ ഞാൻ പഠിപ്പിക്കാറില്ല. ഞാൻ സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാറില്ല. ഞാൻ ടീം ബിൽഡിംഗ് ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ ചെയ്യാറില്ല. ഞാൻ കറക്റ്റായിട്ട് പറയും, ഡിസിഷൻ മേക്കേഴ്സിന് വേണ്ടി മാത്രം ലീഡർഷിപ്പ് കോഴ്സ് മാത്രം എടുക്കണം. സെയിൽസിൻ്റെ എക്സാക്ട് സെയിൽസാണ് റിയാസ് ഹക്കീം ചെയ്യുന്നത്. അപ്പോൾ വളരെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിഫൈൻഡ് ആയിട്ടുള്ള അത് പറയാം. ടാർഗറ്റ് ഓഡിയൻസ് ആരാ? ഓക്കെ, സ്കൂൾ കുട്ടികളാണ് സർ. കുട്ടി ഏത് വയസ്സുള്ള കുട്ടികൾ? ഒരു 10th +2. 10 and +2. അവരിത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുക? ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ എങ്ങനെയാണ് ഇത് പഠിക്കുക? എനിക്കറിയില്ല, പറഞ്ഞുതരാം. ഒരു 3-hour സെഷൻ ആക്ടിവിറ്റി 3-hour സെഷൻ ആക്ടിവിറ്റിയോട് കൂടിയിട്ടുള്ള. ഏത് ലാംഗ്വേജിൽ നിങ്ങൾ പഠിപ്പിക്കുക? മലയാളത്തിൽ. ഏത് സ്കൂളാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏത് 5 സ്കൂളിലെ പേരാണ് വരുന്നത്? അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പോഴാണ് ഞാൻ ചോദിച്ചു. ഇപ്പോഴും ചോദിച്ചു. നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളില്ല. ഇപ്പൊ ഞാൻ ചോദിക്കണം, നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്കൂളിലെ പേര് പറയാം. ഒന്ന് പൂവത്തിക്കൽ, നമ്പർ 3 അരീക്കോട്. ഒരു 3 സ്കൂളുണ്ട്. 3 സ്കൂള്. എന്നാ അവരെ പോയി കാണാൻ പറ്റുക? നെക്സ്റ്റ് ഡേ വേണേ കാണാം. എന്തായിരിക്കും നിങ്ങൾ അവരോട് പറയാം? സെഷൻസ് എടുക്കാനുള്ള. ഇല്ല, അതല്ല, അത് ആരും വരാൻ പോകില്ല. അവരെ ബെനിഫിറ്റ്സും അവരുടെ റിസ്ക്കും എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ കുട്ടികൾ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഒരു 3 മണിക്കൂറിൻ്റെ സെഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് നമ്പർ 1, 2, 3, അവരുടെ ജീവിതത്തിലെ ഇന്ന റിസ്ക് നമ്പർ 1, 2, 3 അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. എത്ര പേർക്ക് മനസ്സിലായി? ഇതിന് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. എല്ലാവരും ലേണിംഗ് LO എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യുക. ലേണിംഗ് ഒബ്ജക്റ്റീവ് ക്ലിയർ ഇല്ലാതെ ഒരു മനുഷ്യനും നിങ്ങൾക്ക് ചാൻസ് തരാൻ പോകുന്നില്ല. ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി.
നിങ്ങൾക്ക് അത് ഡിഫൈൻ ചെയ്ത് പറ്റും. കോഴ്സ് ഇത് കോണ്ടന്റ് ഒന്നും വേണ്ട, കോണ്ടന്റ് അല്ല, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ആൻഡ് വാട്ട് ഈസ് ദ റിസ്ക് ദാറ്റ് ദേ ക്യാൻ അവോയ്ഡ്, അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ് യെസ് സർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അവിടെ ആ ഇന്ന സ്കൂൾ, നിങ്ങൾ അരീക്കോട് ഏതൊക്കെ സ്കൂളുകൾ പറഞ്ഞു, ആ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഹെഡിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായും. ഏത് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും? ഇന്ന് 15-ാം തീയതി, എത്രാം തീയതിൻ്റെ ഉള്ളിൽ പോയി കാണാൻ പറ്റും? നെക്സ്റ്റ് വീക്കിനുള്ളിൽ ഷുവർ ആയിട്ട് കാണാം. ഒരു ഡേറ്റ് പറയുന്നോട്. ഡേറ്റ് 22-ാം തീയതിയുടെ ഉള്ളിൽ കാണാൻ പറ്റും. ഉറപ്പല്ലേ? ഷുവർ. അങ്ങനെയാണ് സ്റ്റെപ്പ് വെക്കല്, അങ്ങനെയാണ് ഓർഡർ ഇട്ടല്, അങ്ങനെയാണ് ക്ലയൻസ് ഇട്ടല്, അങ്ങനെയാണ് പണം കിട്ടല്. ഹൗ മെനി ഇഫ് യു ഗോട്ട് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ? നിങ്ങൾ കിട്ടിയോ? താങ്ക് യു സർ. യു മോസ്റ്റ് വെൽക്കം. ഹാപ്പി? ഷുവർ സർ. Okay, right. Hello? Now, yes, please. Let's go to the female who called me right now.